അന്ന് സന്ധ്യാസമയത്ത് ഒരു ഉപദേശി എൻ്റെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. അതായത് ഞാൻ പരിഹസിച്ച ഉപദേശി, ഞാൻ നിന്ദിച്ച ഉപദേശി എൻ്റെ അടുക്കലേക്ക് കടന്നു വന്നിട്ട് എന്നോട് ചോദിക്കുകയാണ്, നിങ്ങൾ ശ്രദ്ധ വെച്ച് കേൾക്കുന്നുവെങ്കിൽ മനസ്സിലാകും. അതായത് എൻ്റെ ഭാര്യ എൻ്റെ വീട്ടിലുണ്ട്, അവൾ അറിഞ്ഞില്ല എൻ്റെ വേദന. എൻ്റെ കുഞ്ഞെൻ്റെ വീട്ടിലുണ്ട്, അവനും അറിഞ്ഞില്ല എൻ്റെ വേദന. എന്നാൽ ആ സന്ധ്യാസമയത്ത് ഒരു ഉപദേശി, ഞാൻ പരിഹസിച്ച ഒരു ഉപദേശി എൻ്റെ വീട്ടിലേക്ക് കടന്നു വന്നിട്ട് എന്നോട് ചോദിക്കുകയാണ്, വിജയ, നീ കഴിഞ്ഞ 3 ദിവസമായിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോഴൊക്കെയും നിന്റെ മുഖമാണല്ലോ തെളിഞ്ഞു വരുന്നത്. നീ പുറമേ സന്തോഷവാനാണ് എങ്കിലും നിന്റെ ഉള്ളം മരിച്ചാൽ മതി എന്നായിട്ടില്ലയോ? ഞാൻ പറഞ്ഞു, മരിപ്പാൻ തീരുമാനിച്ചിരിക്കുന്നു. അന്ന് അദ്ദേഹം എന്നോട് യേശുക്രിസ്തുവിന്റെ ഒരു വചനം പറഞ്ഞു, ആരെ ഞാൻ തള്ളിക്കളഞ്ഞുവോ, അറിവില്ലായ്മയിൽ ഞാൻ ആരുടെ ഉപദേശം ഉപേക്ഷിച്ച് കളഞ്ഞുവോ, അവന്റെ നാവ് കൊണ്ട് തന്നെ എനിക്ക് സമാധാനത്തിന്റെ വഴി തുറന്നു കിട്ടി. അവൻ എന്നോട് പറഞ്ഞു, യേശുക്രിസ്തുവിന്റെ ഒരു വചനം പറഞ്ഞു, ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചവനുമായിരിക്കുന്ന കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. നീ പുഴയിൽ കൂടി കടക്കുമ്പോൾ പുഴ നിന്റെ മേൽ കവിഞ്ഞൊഴുകയില്ല. നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകുകയില്ല, അഗ്നിജാലം നിന്നെ ദഹിപ്പിക്കുകയില്ല. ഇസ്രായേലിന്റെ പരിശുദ്ധനായിരിക്കുന്ന ഞാൻ നിന്റെ രക്ഷകൻ. ഞാൻ നിനക്ക് പകരം മനുഷ്യരെയും നിന്റെ പ്രാണന് പകരം ജാതികളെയും തരുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ആ വചനം എന്നെ ആത്മഹത്യയിൽ നിന്ന് പിന്തിരിപ്പിച്ചു. 34-ാമത്തെ വയസ്സിൽ ആദ്യമായിട്ട് എന്റെ പ്രാണൻ തണുത്തു. എന്റെ അഹങ്കാരം എന്താണ്? ഞാൻ നിലം പരിശായിട്ട് തീർന്നു. എന്റെ നെകളിച്ച കണ്ണുകൾ താഴെ വരെയും താണുപോയി. പ്രിയപ്പെട്ടവരെ, അന്ന് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ആശ്വാസത്തിന്റെ ആ കണികൾ എന്റെ ഹൃദയത്തിലേക്ക് വ്യാപരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അന്ന് ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ സന്തോഷിച്ചു. ആത്മാവിൽ ഞാൻ ആശ്വാസം കണ്ടെത്തി. ഈ യേശുക്രിസ്തു ആരാണ്?